ഭാരതീയ ചിന്ത എന്ന പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ചില നിഗമനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭാരതീയ ചിന്ത യഥാർത്ഥത്തിൽ ഭാരതത്തിലെ ദർശനങ്ങളുടെ ഒരു ചരിത്രമോ അവലോകനമോ മാത്രമല്ല, ഭാരതീയമായിട്ടുള്ള ജീവിതത്തിൻ്റെ തന്നെ ഒരു അവലോകനമാണ് കെ ദാമോദരൻ ഭാരതീയ ചിന്ത എന്ന കൃതിയിലൂടെ നടത്തുന്നത്. അതായത് ഏറ്റവും ചുരുങ്ങിയത് 5000 വർഷമായിട്ട് ഈ ഭൂപ്രദേശത്ത് ജീവിച്ച മനുഷ്യരുടെ ചരിത്രമാണ് പരിശോധനയ്ക്ക് എടുക്കുന്നത് എന്നർത്ഥം. മാർക്സിസം ഒരു ദർശനം എന്നുള്ള തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ ശേഷം ലോകത്തുള്ള എല്ലാ ജ്ഞാനമേഖലയും അത് മാറ്റിമറിച്ചിട്ടുണ്ട്. ചരിത്രത്തെയാണെങ്കിലും സാമ്പത്തിക ശാസ്ത്രത്തെയാണെങ്കിലും നിരൂപണത്തെയാണെങ്കിലും വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളെയും അത് മാറ്റിമറിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു മേഖല എന്ന് പറയുന്നത് ചരിത്രം തന്നെയാണ്. നമ്മൾ സാധാരണ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത് പോലെ ഇന്നേ വരെയുള്ള മനുഷ്യരുടെ മാനവ ചരിത്രം എന്ന് പറയുന്നത് വർഗസംഘർഷങ്ങളുടെ ചരിത്രമാണ് എന്ന് പറയുമ്പോൾ ആ വർഗസംഘർഷം എന്ന് പറയുന്നത് കേവലം രാജാക്കന്മാരോ ഭരണകൂടങ്ങളോ പ്രഭുക്കന്മാരോ തമ്മിലുള്ള വർഗസംഘർഷമല്ല. ആ വർഗസംഘർഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ആത്മീയമായിട്ടുള്ളൊരു ചൈതന്യം കൊണ്ട് അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ശക്തിയുടെ ഒരു പ്രത്യേകത കൊണ്ടുണ്ടാകുന്ന ഒരു വർഗസംഘർഷമല്ല. അത് വളരെ സാധാരണക്കാരായിട്ടുള്ള ഞാനും നിങ്ങളും അടക്കമുള്ള നമ്മുടെ തമ്മിൽ തല്ലും, ദിവസേന നമ്മൾ നടത്തുന്ന തമ്മിൽ തല്ലും, നമ്മുടെ പ്രണയവും നമ്മുടെ ജീവിതവും നമ്മുടെ ദാരിദ്ര്യവും നമ്മുടെ പട്ടിണിയും ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഘർഷമുണ്ടല്ലോ. ആ സംഘർഷമാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തെ നിർമ്മിക്കുന്നത് എന്ന് പറയുന്ന ഒരു നിരീക്ഷണം, മാർക്സിൻ്റെ നിരീക്ഷണം. അവിടെ നിന്നുകൊണ്ടാണ്, ആ ഒരു പ്ലാറ്റ്ഫോമിൽ, ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് കെ ദാമോദരൻ ഭാരതീയമായിട്ടുള്ള ചിന്തകളെ, ഭാരതത്തിൻ്റെ ചരിത്രത്തെ ഒക്കെ പരിശോധിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ചരിത്രം പഠിക്കുന്ന ആളുകൾ പുതിയ കാലത്ത് എപ്പോഴും അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ചരിത്രം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ മഹാരാജാക്കന്മാരുടെ ചരിത്രമല്ല, അവരുടെ യുദ്ധത്തിൻ്റെ ചരിത്രം മാത്രമല്ല. ചരിത്രം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യൻ്റെ ചരിത്രമാണ്. അതിലും കുറച്ചുകൂടെ ആഴത്തിൽ ദാമോദരൻ അത് എടുത്തു പറയുന്നത് മനുഷ്യൻ എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഓരോ കാലഘട്ടത്തിലും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി എന്ത് സാധനമാണ് അവർ ഉപയോഗിച്ചത്. അവർ കരിങ്കല്ലുകൊണ്ടാണോ ആയുധമായിട്ട് കരിങ്കല്ലാണോ ഉപയോഗിച്ചത്? ആ കരിങ്കല്ല് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മിനുസമാക്കിയ കരിങ്കല്ലാണോ ഉപയോഗിച്ചത്? മിനുസമാക്കാത്ത കരിങ്കല്ലാണോ ഉപയോഗിച്ചത്? ലോഹം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചെമ്പാണോ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഇരുമ്പാണോ ഉപയോഗിച്ചത്? എന്തൊക്കെ ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചത്? എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ്? ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചരിത്രം രൂപപ്പെട്ടു വരുന്നത് എന്നൊരു നിഗമനമാണ് കെ ദാമോദരൻ ഈ കൃതിയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ആ ഒരു ടൂള് വെച്ചിട്ടാണ് ചരിത്രത്തെ മുഴുവൻ, ഇന്ത്യയുടെ ചരിത്രത്തെ മുഴുവനായിട്ട് അദ്ദേഹം വിലയിരുത്തുന്നത്. അപ്പോൾ ഭാരതത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന സമയത്ത് നമുക്ക് നൊസ്റ്റാൾജിയ ഒക്കെ തോന്നുന്ന ഒരു ചരിത്രമാണല്ലോ സിന്ധു നദിയുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഹരപ്പ മോഹൻജോദാരോ നിന്നും കുഴിച്ചെടുത്ത സിന്ധു നദിയുടെ സംസ്കാരം എന്ന് പറയും. കെ ദാമോദരൻ അതിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, നമ്മളീ പറയുന്ന സിന്ധു നദിയുടെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പാരമ്പര്യമായിട്ടുള്ള ട്രഡീഷൻ്റെ ഭാഗമായിട്ട് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെ മുമ്പേ ഉള്ള സിന്ധു നദിയുടെ സംസ്കാരം എന്ന് പറയുന്നത് അത് നഗര സംസ്കാരമായിരുന്നു, അത് ചൂഷണത്തിൽ അടിസ്ഥാനമായുള്ള സംസ്കാരമായിരുന്നു, അവിടെ അടിമ ഉടമ വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അവർ നാടോടികളായിട്ട് കന്നുകാലികളെ മേയ്ക്കുന്നവരായിട്ട് വരുന്ന കാലത്ത് അവരുടെ സംസ്കാരം പ്രാകൃത കമ്മ്യൂണിസമായിരുന്നു. നമ്മൾ അടിവരായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അവർ ചൂഷകരായിരുന്നില്ല, അവർ ജാതി വ്യവസ്ഥ അവരുടെ രൂപം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരുടെ സമൂഹമായിരുന്നു പ്രാകൃത കമ്മ്യൂണിസത്തിൻ്റെ സമൂഹം എന്ന് കെ ദാമോദരൻ ഭാരതീയ ചിന്തയിൽ പറയുന്നുണ്ട്. പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കെ ദാമോദരൻ്റെ നിരീക്ഷണം നമ്മൾ പുതിയ കാലത്തേക്കൊക്കെ തന്നെ കണക്റ്റ് ചെയ്തുകൊണ്ട് ചിന്തിക്കേണ്ടതാണെന്ന് തോന്നുന്നു.
നഗര സംസ്കാരമായിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മൾ ചരിത്രം പഠിച്ച ആളുകൾക്കറിയാം, കോട്ടയും കൊത്തളങ്ങളും പിന്നെ വലിയ ഭരണാധികാരികൾക്ക് താമസിക്കാനുള്ള വലിയ സൗകര്യങ്ങളൊക്കെയുള്ള ഒരു സംസ്കാരത്തെ നാടോടികളായിട്ട് കന്നുകാലികളെ വെച്ച് കൊണ്ടുവരുന്ന ഒരു സംസ്കാരത്തിൻ്റെ ആളുകൾ പിന്നെ പരാജയപ്പെടുന്നു. എങ്ങനെയാണ് പരാജയപ്പെടുത്തുന്നത്? ചരിത്രകാരന്മാർക്കിടയിൽ അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കെ ദാമോദരനും ആ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ആ സംശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരു പക്ഷേ ആന്തരിക സംഘർഷം കൊണ്ട് സൈന്ധവ സംസ്കാരം നശിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലായിരിക്കാം ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നത് എന്നും വരാം. പക്ഷെ ഒരു കാര്യം കെ ദാമോദരനും ബാക്കി ചരിത്രകാരന്മാരൊക്കെ എടുത്തു പറയുന്നുണ്ട്. അതായത് നമ്മൾ പഴയ ടെക്സ്റ്റുകളിൽ, ഋഗ്വേദം എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണെങ്കിലും ശരി, മഹാഭാരതമാണെങ്കിലും ശരി, ഇന്ത്യയുടെ പുരാവൃത്തങ്ങളിലൊക്കെ തന്നെ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം, ദസ്യുക്കൾ എന്ന് പറയുന്ന അസുരന്മാരെന്ന് പറയുന്ന കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ഈ ദ്രാവിഡന്മാരെന്നൊക്കെ പറയാവുന്ന സൈന്ധവ സംസ്കാരത്തിൻ്റെ നഗരത്തിലുള്ള ആളുകളും ആര്യന്മാരും തമ്മിൽ നടക്കുന്ന വലിയ കലാപങ്ങളെക്കുറിച്ച്, യുദ്ധങ്ങളെക്കുറിച്ച്, ഇവരുടെ കോട്ടകൾ തകർക്കുന്നതിനെ കുറിച്ചൊക്കെ ഋഗ്വേദത്തിലും മഹാഭാരതത്തിലൊക്കെ ഒരുപാട് തെളിവുകൾ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിലുള്ള സംഘർഷം നടന്നിട്ടുണ്ട്. ആ സംഘർഷം ആര്യന്മാർക്ക് അനുകൂലമായിട്ട് മാറാനുള്ള കാരണം എന്തായിരിക്കും? അവിടെയാണ് മാർസിയൻ പിന്നെ ശാസ്ത്രത്തെ, ദർശനത്തെ കെ ദാമോദരൻ ഉപയോഗിക്കുന്നത്. അവരുടെ ഉൽപ്പന്നങ്ങൾ, അവരുടെ ഉപകരണങ്ങൾ എന്തായിരുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആര്യന്മാരുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഏറ്റവും പരിശീലനം ലഭിച്ച കുതിരകളുണ്ടായിരുന്നു. അവർക്ക് നഗരമില്ല, മറ്റെല്ലാ കാര്യത്തിലും അവർ പിന്നിലാണ്. സംസ്കാരത്തിൻ്റെ എല്ലാ കാര്യത്തിലും അവർ നാഗരികരൊന്നുമല്ല. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ ആര്യന്മാരെ സഹായിച്ചിരിക്കണം. ആര്യന്മാരുടെ സംസ്കാരം ഇന്ത്യയിൽ വേരുറപ്പിക്കുകയും സൈന്ധവ സംസ്കാരം തകർന്നു പോവുകയും ചെയ്തതിൻ്റെ ശേഷമുള്ള ഒരു കുറേ കാര്യങ്ങളെ കുറിച്ചിട്ട് കെ ദാമോദരൻ പറയുന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നത്, പരാജയപ്പെട്ടുവെങ്കിലും സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ എല്ലാ മുദ്രകളും ഒന്നുപോലും നശിച്ചു പോയില്ല. എന്ത് സംഭവിച്ചു? അതെല്ലാം തന്നെ ആര്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ അത് ഒരു ടേക്ക് ഓവർ എന്നൊക്കെ പറയില്ലേ, നമ്മളൊരു കമ്പനിയൊക്കെ ഇപ്പോൾ ഒന്നായിട്ട് ടേക്ക് ഓവർ ചെയ്യുന്ന മാതിരി ഇവിടെ ഉണ്ടായിരുന്ന വിശ്വാസമാണെങ്കിലും ശരി, ദൈവസങ്കല്പങ്ങളാണെങ്കിലും ശരി, ഒക്കെ അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ ഹിന്ദുമതം എന്ന് പറഞ്ഞ് പിന്നീട് നമ്മൾ കേൾക്കുന്ന, നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്ന മതത്തിൽ ആര്യൻ എന്ന് പറയാവുന്ന ഇന്ത്യയിലേക്ക് വന്ന 1500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന വേദങ്ങളുമായിട്ട് വന്ന ജനങ്ങളുടെ അവരുടെ സംഭാവനയേക്കാൾ കൂടുതൽ സംഭാവനകളുള്ളത് ദ്രവീഡിയൻ്റെ ആണ്, അല്ലെങ്കിൽ സൈന്ധവ സംസ്കാരത്തിൻ്റെ സംഭാവനയാണ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ, കീഴടക്കലിൻ്റെ ഒരു വലിയ എന്താ പറയുക, ഒരു ചിത്രം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഒരു വലിയ ഒരു 20 ദളങ്ങളുള്ളൊരു പൂവാണെന്ന് വയ്ക്കാം. ആ പൂവ് അവിടെ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ മേലെ ഒരു 4 ദളം പുതുതായിട്ടുണ്ടാവുമ്പോൾ പഴയ പൂവിൻ്റെ പേരേ മാറിയിട്ട് ഈ പുതുതായി ഉണ്ടായ 4 ദളങ്ങളുടെ പേരിൽ പൂ മാറിപ്പോവുകയാണ്. ഇത് ഇന്ത്യൻ സംസ്കാരത്തിൽ പല ഘട്ടങ്ങളിലും സംഭവിച്ചതായിട്ട് ഭാരതീയ ചിന്ത നമുക്ക് തെളിവുകൾ തരുന്നുണ്ട്. ഈ ഒരു ഏറ്റെടുക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചല്ലോ. ഇന്ത്യയുടെ ദർശനത്തിലെ, ഇന്ത്യയിലുണ്ടായ ആദ്യകാല ദർശനങ്ങളെല്ലാം തന്നെ പിന്നെ ഭൗതികവാദപരമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഭൗതികവാദപരമാവുന്നത്? മാർസിയൻ ദർശനത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് മാർസിയൻ ദർശനം അന്ന് നിലവിലുണ്ടായിരുന്ന ഭൗതികവാദത്തെ മാർക്സ് എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് പറയുന്നുണ്ടല്ലോ. അതായത് ആ ഭൗതികവാദത്തിൻ്റെ വൈരുദ്ധ്യാധിഷ്ഠിതമായിട്ടുള്ള ഭൗതികവാദത്തിൻ്റെ ചിന്തകൾ അതിന് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ നേരെ നിർത്തിയെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നേരെ നിർത്തുന്നത്? ആ ഭൗതികവാദത്തിൻ്റെ ചിന്തകളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് അതിൽ വന്നിരിക്കുന്ന ഒരു ന്യായീകരണം, അത് ആധ്യാത്മികമായിട്ടുള്ളൊരു അംശം കൂടെ ഉണ്ടായിരുന്നു. ആ ആധ്യാത്മികമായ അംശത്തെ മാർക്സും എംഗൽസും മാറ്റി അതിനെ ഭൗതികമായിട്ടുള്ള അടിത്തറയിൽ നിലനിർത്തിയെന്ന് പറയുന്നുണ്ട്. മാർക്സും എംഗൽസും അത് ഒരു യൂറോപ്യൻ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജർമ്മൻ അനുഭവത്തിൽ നിന്ന് എടുത്തതുകൊണ്ടാണ് അങ്ങനെ തലതിരിച്ചിടേണ്ടി വന്നത്. ഇന്ത്യൻ അനുഭവത്തിൽ നിന്നാണ് അവരെടുത്തിരുന്നെങ്കിൽ തലതിരിച്ചിടേണ്ട ആവശ്യം പോലുമില്ല. ഉദാഹരണത്തിന് എന്താണ്? വെള്ളം, വായു, അഗ്നി, ഭൂമി എന്നിവയാണ് പ്രപഞ്ചത്തിൻ്റെ മൂലഘടകങ്ങൾ എന്നാണ് ചാർവാക ദർശനം അല്ലെങ്കിൽ ലോകായത ദർശനം വാദിച്ചത്. അവ്യക്തമായ മൂലപ്രകൃതിയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് എന്നാണ് സാങ്ഖ്യദർശനം ഉദ്ഘോഷിച്ചത്.
അപ്പോൾ എന്താണ് തർക്കം? എന്താണ് ആത്മീയവാദവും ഭൗതികവാദവും തമ്മിലുള്ള തർക്കം എന്താണ്? പദാർത്ഥമാണോ ആദ്യം ഉണ്ടായത്, അല്ല ചിന്തയാണോ ഉണ്ടായത്? ലോകം സൃഷ്ടിക്കണമെന്ന ഒരു ദൈവത്തിൻ്റെ ഒരു ചിന്തയും, അങ്ങനെ പിന്നെ പദാർത്ഥം, പ്രപഞ്ചം ഉണ്ടായി, മനുഷ്യനുണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടായി വരികയാണോ ചെയ്തത്? അതല്ല, പദാർത്ഥങ്ങളിൽ നിന്നാണോ ചിന്തയുണ്ടായി വന്നത്? ഇതാണ് വലിയ ബേസിക് ആയിട്ടുള്ള തർക്കം. അതിന് ഭൗതികവാദത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ആര് മറുപടി പറയുന്നത്? ഇന്ത്യയിലെ ദർശനങ്ങൾ, ലോകായുധമാണെങ്കിൽ ശരി, അതിന് ശേഷം ഉണ്ടായിട്ടുള്ള പല ദർശനങ്ങളും, സാങ്കേയമാണെങ്കിൽ ശരി, അവരൊക്കെ മറുപടി പറഞ്ഞത് എന്താണ്? അതിന് അന്ന് പറഞ്ഞിരിക്കുന്ന ന്യായീകരണങ്ങൾ കൂടിയുണ്ട്. ന്യായീകരണം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണോ പഴങ്ങൾ കൂട്ടിച്ചേർത്ത് മദ്യം ഉണ്ടാക്കുമ്പം പഴത്തിൻ്റെ സ്വഭാവമല്ലാതെ വേറൊരു സ്വഭാവം വരുന്നത്, പഴങ്ങൾക്കൊന്നുമില്ലാത്ത തരത്തിൽ ലഹരി എന്ന് പറയുന്ന ഒരു ഗുണം എങ്ങനെയാണോ മദ്യത്തിന് വരുന്നത്, അതുപോലെ ഭൗതിക പദാർത്ഥങ്ങൾ ഒരു പ്രത്യേക ചേരുവയിൽ ചേർന്ന് അതിൽ ജീവികളായി വരികയും കുറേ കാലം, ആദ്യകാലത്തുള്ള മനുഷ്യനുള്ള മനസ്സല്ലല്ലോ പിന്നീടുള്ള കാലത്തുള്ള മനുഷ്യനും മനസ്സ് പരിവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നീടുണ്ടാവുന്ന ഒരു ക്വാളിറ്റിയാണ്. ഭൗതികമായിട്ടുള്ള പദാർത്ഥങ്ങളിൽ പിന്നീടുണ്ടാവുന്ന ഒരു ക്വാളിറ്റിയാണ് മനസ്സ്. ആ മനസ്സ് തന്നെ ദൈവം ഉണ്ടാക്കി സൃഷ്ടിച്ച മനസ്സാണ് ആദ്യം ഉണ്ടാവുന്നത് തന്നെ പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ. മനസ്സ് തന്നെ അങ്ങനെയല്ല, ഇത്തരത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ഭാരതത്തിൻ്റെ ഭൗതികവാദ ചിന്ത. അങ്ങനെ ഭൗതികവാദത്തിൻ്റെ ദർശനങ്ങളൊക്കെ ഇപ്പോൾ സാമാന്യവും വിശേഷണവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിശകലനമാണ് സത്യാന്വേഷണമെന്നും പരമാണുവാണ് പ്രപഞ്ചപരിണാമത്തിൻ്റെ ആദിമൂലമെന്നും വാദിക്കുകയാണ് വൈശേഷിക ദർശനം ചെയ്യുന്നത്. പ്രപഞ്ചത്തിൻ്റെ മൂലഘടകമായ പരമാണുവിനെ ശരിയായ ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ന്യായദർശനം. മന്ത്രങ്ങളുടെയും യജ്ഞാതികർമ്മങ്ങളുടെയും ശക്തി കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് വാദിച്ച ദർശനമാണ് പൂർവ്വമീമാംസ. അവിടെ പോലും യഥാർത്ഥത്തിൽ ആത്മീയവാദമല്ല ഭൗതികവാദമാണ് എന്ന് ഒരു വാദമുണ്ട് ദാമോദരനടക്കം ഉന്നയിക്കുന്നത്. കാരണം മന്ത്രവാദം കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് യഥാർത്ഥത്തിൽ ഭൗതികവാദമാണ്, വിധിയല്ല എന്നർത്ഥം. ദൈവം സൃഷ്ടിച്ചു വെച്ച വിധിയാണെങ്കിൽ മന്ത്രവാദം കൊണ്ട് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ മന്ത്രവാദം പോലും ഒരു തരത്തിൽ ഭൗതികവാദമാണ് എന്ന് പറയേണ്ടി. ഈ പൂർവ്വമീമാംസയും പിന്നെ അതിൻ്റെ മീമാംസകൾ മാറ്റിയാൽ പോലും സാങ്ക്യം, യോഗം, വൈശേഷികം, പിന്നെ ന്യായം തുടങ്ങിയ ബഹുഭൂരിപക്ഷം ദർശനങ്ങളും ഭൗതികമായിട്ടുള്ള ദർശനമാണ്. ആ ദർശനങ്ങളിലൊക്കെ തന്നെ മനസ്സിനെ പദാർത്ഥങ്ങൾക്ക് പിന്നീട് സംഭവിക്കുന്ന ഒരു മാറ്റമായിട്ടാണ് കാണുന്നത്. പക്ഷേ ശങ്കരാചാര്യർ എത്തുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ. നേരത്തെ ശ്രീകുമാർ മാഷ് അത് പറഞ്ഞു. ശങ്കരാചാര്യർ എന്താണ് ചെയ്യുന്നത്? ശങ്കരാചാര്യർ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തു നമ്മൾ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ പോരാ. ശങ്കരാചാര്യർ ചെയ്യുന്നത് ഈ അങ്ങേയറ്റം ഡീപ്പായിട്ട് പ്രപഞ്ചത്തെക്കുറിച്ച് ഇത്ര ആഴത്തിൽ ചിന്തിച്ച കണാദൻ്റെ പിന്നെ ദർശനമടക്കമുള്ള ദർശനങ്ങളെ എടുത്ത് അതെല്ലാം കൂടി വേദാന്തത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി എടുത്തതിൻ്റെ ശേഷം ഇതെല്ലാം സൃഷ്ടിച്ച ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് അതുവരെയുള്ള ഭൗതികവാദ ദർശനങ്ങളുടെ അവകാശം മുഴുവൻ ഈ ആത്മീയവാദം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഏറ്റെടുക്കലുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ സൈന്ധവ സംസ്കാരത്തിൻ്റെ ആ സംസ്കാരത്തെ നശിപ്പിച്ച് ആ സംസ്കാരത്തിലെ എല്ലാ ഡെവലപ്മെൻറ്റിനെയും പിന്നീട് വന്ന ആര്യനൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആര്യൻ സംസ്കാരം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന പോലെ തന്നെ ഓരോ ഘട്ടത്തിലും ഈ ഒരു ഏറ്റെടുക്കൽ കാണാം. ഇപ്പോൾ നമുക്ക് മഹാഭാരതം നോക്കിയാൽ നിങ്ങൾ മഹാഭാരതത്തിലും ഭഗവത്ഗീത വരുന്നു. ഭഗവത്ഗീത നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു ദാർശനികമായിട്ടുള്ള ലോജിക്കുമില്ലാത്ത ഒരു ടെക്സ്റ്റാണ് ഭഗവത്ഗീതയുടേത്. എന്താ കാരണം? അതിൽ തന്നെ പറയുന്നത് ഒരാൾ ഒരു പ്രാവശ്യം പറയുന്നതല്ല പിന്നീട് പറയുന്നത്. അതിൽ സാങ്ക്യം വരുന്നുണ്ട്, ന്യായം വരുന്നുണ്ട്, എല്ലാ ദർശനങ്ങളും ആവർത്തിച്ച് വരുന്നുണ്ട്, യോഗം വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്, കർമ്മസിദ്ധാന്തവും വരുന്നുണ്ട്, കർമ്മം കൊണ്ടൊരു ഫലമില്ല എന്നും വരുന്നുണ്ട്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? വിജയിച്ച എല്ലാ ദർശനങ്ങളുടെയും കാമ്പിനെ ഊറ്റിയെടുത്ത് അതിൻ്റെ മേലെ ആത്മീയ ദർശനം നിൽക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം തങ്ങളുടേതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, ദർശനങ്ങളുടെ ഈ ഒരു പ്രവർത്തനം, ഇത് നമുക്ക് ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഭൗതിക പദാർത്ഥം ശാശ്വതമാണ്. ജീവജാലങ്ങൾ ജനിക്കുന്നത് ഭൗതിക പദാർത്ഥത്തിൽ നിന്നാണ്. ഭൗതിക പദാർത്ഥങ്ങളുടെ സഹായത്തോടെ അവ നിലനിൽക്കുന്നു. ഭൗതിക പദാർത്ഥത്തിലേക്ക് അവയെല്ലാം തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഭൃഗു മഹർഷിയുടെ ദർശനമാണ്. ഭരദ്വാജൻ്റെ ദർശനം ഇതുപോലെ തന്നെയാണ്. ഭരദ്വാജൻ
പിന്നെ മഹാഭാരതത്തിലൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഭരദ്വാജൻ പറയുന്നത് ഒരു വൃക്ഷത്തിൻ്റെ വേര് ചീഞ്ഞു പോയാൽ വൃക്ഷം ഉണങ്ങിപ്പോവും, ബീജം മാത്രമേ പിന്നീട് അവശേഷിക്കുള്ളൂ, വിത്തിൽ നിന്ന് വേറൊരു ചെടി ഉണ്ടാവും, അല്ലാതെ പുനർജന്മവും ഇല്ല, ആത്മാവും ഇല്ല, ഒരു കുന്തം കുടച്ചക്രം ഒന്നുമില്ല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ വളരെ ശാസ്ത്രീയമായിട്ട് വളരെ ലോജിക്കലായിട്ട് അത് ഏത് വർഷം അണുവിൻ്റെ സിദ്ധാന്തമൊക്കെ വരുന്നത് അണുക്കളെ കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള സിദ്ധാന്തം വരുന്നത് ലോകത്ത് ഗ്രീക്കിലടക്കമുള്ള മറ്റ് രാജ്യങ്ങളിൽ ഈ ചിന്ത വരുന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് 300 വർഷങ്ങൾക്കെങ്കിലും 3 നൂറ്റാണ്ടെങ്കിലും മുമ്പാണ് എന്ന് ഗേദാമോദരൻ സ്ഥാപിക്കുന്നത്. അത്രയും പഴക്കമുള്ള ഒരു ഭൗതികവാദ ദർശനത്തിൻ്റെ മേലെ വേദാന്തം വെച്ചുകൊണ്ട് നമ്മൾ സാധാരണ ലഡുവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലഡുവിൻ്റെയൊക്കെ മേലെ ഒരു മുന്തിരിയൊക്കെ വെക്കും. ഇപ്പം വടകരയൊക്കെ പോകുന്ന സമയത്ത് കല്ലുമ്മക്കായ പൊരിച്ചതെന്ന് പറഞ്ഞിട്ട് നമുക്ക് തരും. നമ്മളിങ്ങനെ പൊരിച്ച് വെച്ച കണ്ടാൽ അത് വലിയ കല്ലുമ്മക്കായാണെന്ന് വിചാരിക്കും. പക്ഷേ കല്ലുമ്മക്കായ എത്ര പോകുന്നൊരു ചെറിയ സാധനം ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം വേറെ സാധനമായിരിക്കും. ഇതേപോലെയാണ് വേദാന്തമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്ന ഈ സാധനത്തിൽ ആ മുമ്പിൽ കാണുന്ന ചെറിയൊരു സംശയം മാത്രമേ വേദാന്തം ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? ബാക്കിയെല്ലാം ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ട ഭൗതികവാദ ദർശനങ്ങളാണ്. എന്താ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ്? ഭൗതികവാദ ദർശനത്തിൻ്റെ യഥാർത്ഥ അവകാശികളായിട്ടുള്ള ആളുകൾക്ക് ആ ദർശനം പഠിക്കാനോ അതിലെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനോ തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ ഇപ്പം നമ്മൾ സാധാരണ ഹെഗലിനെ കുറിച്ച് മാർക്സിനെ കുറിച്ച് പറയുമ്പോൾ കൂടെ പറയുന്നതാണല്ലോ ഹെഗൽ. അപ്പോൾ ഹെഗലിൻ്റെ ദർശനം ഡയലക്റ്റിക്കൽ, ഹെഗലിൻ്റെ വൈരുദ്ധ്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു ദർശനമാണ് മാർക്സ് എടുത്തതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പറയും, മാർക്സിയൻ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്തു പറയും? ഹെഗലിൻ്റെ ദർശനത്തെ മാർക്സും ഏംഗൽസും കൂടെ തല നിവർത്തി കാലിൽ നിർത്തി. എങ്ങനെയാണ് കാലിൽ നിർത്തുന്നത്? ഹെഗൽ പറയുന്നത് ഇതെല്ലാം ഡയലക്റ്റിക്സ് ഒക്കെ പറഞ്ഞതിന് ശേഷം വിരുദ്ധ ശക്തികളുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് സമൂഹം മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം ഹെഗൽ പറയുന്നത് ഇതിൻ്റെ ഒരു ആത്മീയ ചൈതന്യത്തെക്കുറിച്ചാണ്, ഈ പ്രവർത്തനത്തിൻ്റെ പിറകിലുള്ളൊരു ആത്മാവിനെക്കുറിച്ചാണ്. എന്നാൽ മാർക്സ് ഹെഗലിനെ പഠിക്കുന്നതിന് പകരം കണാദനെ പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഭാരതീയമായിട്ടുള്ള ദർശനങ്ങളെയാണ് പഠിച്ചിരുന്നെങ്കിൽ, അവിടെ നിന്നാണ് ഉദാഹരണങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ തല തിരിച്ച് നേരെ നിർത്തേണ്ട ആവശ്യം പോലുമില്ല. കാരണം അത് നേരെ തന്നെ നിൽക്കുന്നത്. അത് ആത്മീയമായിട്ടുള്ള ഒരു കാര്യത്തെയും ഒരു ഘട്ടത്തിലും അവർ സ്വീകരിച്ചിട്ടില്ല. ഭൗതിക പദാർത്ഥത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് മനസ്സ്, അത് ഭൗതിക പദാർത്ഥത്തിൽ നിന്നും അന്യമല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ അതിനെ ഉപയോഗിക്കേണ്ട ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ദർശനങ്ങളോടൊക്കെ നമ്മുടെ നിലപാട് എന്തായിരുന്നു? ഇപ്പോൾ ഭൗതികവാദികളുടെ ഈ ദർശനങ്ങളെയൊക്കെ തന്നെ ബാക്കി ആൾക്കാരും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാജാക്കന്മാർ വേദങ്ങൾ, കൃഷിശാസ്ത്രം, വ്യാപാരശാസ്ത്രം, ദണ്ഡനീതി മുതലായവയോടൊപ്പം ആന്വീക്ഷികയും പഠിക്കണം. ആന്വീക്ഷിക എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിൻ്റെ ശാസ്ത്രമാണ്. ഈ ന്യായ ചാർവാകൻ്റെ ദർശനത്തൊക്കെ ആന്വീക്ഷിക എന്നുള്ള തരത്തിലാണ്. അതായത് സാങ്ക്യം, യോഗം, ലോകായതം ഇതൊക്കെ ആന്വീക്ഷികളായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ 3 ദർശനങ്ങൾക്കാണ് ആന്വീക്ഷിക എന്ന് പറയുന്നത്. ആന്വീക്ഷിക ലോകത്തിന് ഏറ്റവും പ്രയോജനകരമാണ്. അത് ദുഃഖത്തിലും സുഖത്തിലും ഒരുപോലെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നു. അത് ദീർഘദൃഷ്ടിയും സംഭാഷണ ചാതുരിയും പ്രവർത്തനശേഷിയും നൽകുന്നു എന്ന് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലെ പല ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ബുദ്ധൻ്റെ ദർശനവും ഇതിൽ തന്നെയാണ്. ഒരു വസ്തു നശിക്കുമ്പോഴാണ് മറ്റൊരു വസ്തു ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് വിത്തിൽ നിന്ന് മരമുണ്ടാകുന്നു. വിത്ത് മരത്തിൻ്റെ കാരണമാണ്. മരം വിത്തിൻ്റെ പരിണാമമല്ലെന്നും വിത്തിൽ തന്നെ മരത്തിൻ്റെ സത്ത അടങ്ങിയിട്ടുണ്ടെന്നും ആ സത്തയുടെ ആത്മപ്രകാശമാണ് മരമെന്നും ചില ദാർശനികർ വാദിക്കുകയുണ്ടായി. ബുദ്ധൻ അവരോട് യോജിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വിത്തിൻ്റെ നാശത്തിൽ നിന്നാണ് മരമുണ്ടായത്. ഒരു വസ്തു നശിക്കുമ്പോഴാണ് അതിൽ നിന്ന് മറ്റൊരു വസ്തു ഉണ്ടാകുന്നത്. ബുദ്ധൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കാണുന്നതെല്ലാം നിലനിൽക്കുന്നവ തന്നെയാണ്, പക്ഷേ അവയൊന്നും തന്നെ ശാശ്വതമോ സ്ഥിരമോ അല്ല. സ്ഥിരത ഒരു ദൃഷ്ടിഭ്രമം മാത്രമാണ്. നാം അറിയുന്ന ഈ പ്രപഞ്ചം മുഴുക്കെ പരസ്പര ബന്ധങ്ങളുടെ ഒരു വ്യവസ്ഥയാണ്. നിരപേക്ഷമായതോ നിരപേക്ഷമാക്കാവുന്നതോ ആയ യാതൊന്നിനെ പറ്റിയും നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ സ്ഥിരത എന്ന് പറയുന്ന ഒരു ദൃഷ്ടിഭ്രമമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ബുദ്ധൻ എടുക്കുന്ന ഉദാഹരണമുണ്ട്. നമ്മൾ കാണുമ്പോൾ നദിയാണ്, നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അത് നദിയാണോ? അല്ല, വളരെ ചെറിയ തുള്ളികൾ ഒരുമിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുക.
ഈ നിമിഷം നിങ്ങൾ കണ്ട പുഴ അടുത്ത നിമിഷം ഇല്ല എന്നർത്ഥം, അത് ഒഴുകി മറഞ്ഞുപോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 പ്രാവശ്യം ഒരു പുഴയിൽ മുങ്ങിക്കുളിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പുഴ നിശ്ചലമായിട്ട് നിൽക്കല്ല, പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പുഴ നിശ്ചലമായിട്ട് നിൽക്കുന്നു, എല്ലാ കാലത്തും നിലനിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു എന്ന് ബുദ്ധൻ പറയുന്നുണ്ട് അതിൻ്റെ ഉദാഹരണമായിട്ട്. അങ്ങനെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വെച്ച് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ മനുവിൻ്റെ ദർശനങ്ങളെക്കുറിച്ച് പറയും, എന്താ പറയുക, ചാതുർവർണ്ണ വ്യവസ്ഥയെക്കുറിച്ച് പറയും. ഇതെല്ലാം ഇന്ത്യയെ വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയും. ആ പറയുന്നത് അത്ര വസ്തുതാപരമല്ല. അതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ പ്രചാരമുള്ള കാലത്ത് പോലും ഇന്ത്യയാകെ ചാതുർവർണ്ണ വ്യവസ്ഥ വ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ പോലും നമുക്കെടുത്താൽ ഇവിടെ ജാതി ഉണ്ടായിരുന്നു. 8-ാം നൂറ്റാണ്ടിൽ കേരളത്തിലേക്ക് ബ്രാഹ്മണന്മാർ കുടിയേറി വരുന്നതിന് മുമ്പും കേരളത്തിൽ ജാതി ഉണ്ടായിരുന്നു. പക്ഷേ ആ ജാതി എന്ന് പറയുന്നത് തൊഴിൽ വിഭജനം മാത്രമായിരുന്നു. ആ ജാതി യഥാർത്ഥത്തിൽ ചാതുർവർണ്ണ വ്യവസ്ഥയായിട്ട് അല്ലെങ്കിൽ ഒരു മേലുകീഴായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുലശേഖര രാജാക്കന്മാരുടെ ഭരണം നടക്കുന്ന കാലത്ത് പോലും നമുക്കറിയാവുന്നത് ഇവിടെ രാജ്യം ഭരിച്ചിരുന്നത് ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാരെന്ന് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു മാനദണ്ഡത്തിൽ പറയാവുന്ന പാണന്മാരും പുലയന്മാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സംഘകാല കൃതികളും ഒക്കെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെല്ലാ സ്ഥലത്തും ജാതി ഒരേപോലെ ചാതുർവർണ്ണ വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നത് തെറ്റാണ്. അങ്ങനെ എല്ലാ സ്ഥലത്തും അത് വ്യാപിച്ചിട്ടില്ല. അത് സിന്ധു ഗംഗാ സമതടത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ചില പ്രത്യേക സ്ഥലങ്ങളിലാണ് അത് അത്രയും ആഴത്തിൽ അത് വേരോടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതെന്താണ് ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണ്? ഇന്ത്യയുടെ ഒരു വൈവിധ്യം എന്ന് പറയുന്നത് സംഘപരിവാർ ശക്തികളാണെങ്കിലും ശരി, ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയത്തിനാണെങ്കിലും ശരി, ഈ ഇന്ത്യയുടെ ഒരു വൈവിധ്യം യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡയലക്റ്റിക്സ് അത് യഥാർത്ഥത്തിൽ അവർക്കൊരു വെല്ലുവിളിയാണ്. അവരെങ്ങനെയൊക്കെ കീഴടക്കാൻ ശ്രമിച്ചാലും ആകെ മൊത്തം ഇന്ത്യയെ അങ്ങോട്ട് കീഴടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ അവർക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. രണ്ടാമത്തെ ഒരു കാര്യം കേദാമരൻ ഈ പുസ്തകത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് വേദകാലം മുതൽക്കേ ചാതുർവർണ്ണ വ്യവസ്ഥ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് സനാതനമാണ് എന്നൊരു വാദം ഉന്നയിക്കാറുണ്ട്. ആ വാദത്തെ കെ ദാമോദരൻ ഋഗ്വേദത്തിൻ്റെ ടെക്സ്റ്റ് വെച്ചിട്ടാണ് അതിനെ എതിർക്കുന്നത്. ദേവന്മാർ ആ വിരാട് പുരുഷനെ യജ്ഞകർമ്മത്തിൻ്റെ ഉപാധിയാക്കി അതിൻ്റെ ഫലമായിട്ടാണ് പ്രകൃതിയും പ്രപഞ്ചവും സർവ്വചരാചരങ്ങളും മനുഷ്യ സമുദായത്തിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളും എല്ലാം പരിണമിച്ചുണ്ടായത്. വിരാട് പുരുഷൻ്റെ കണ്ണുകളിൽ നിന്ന് സൂര്യനുണ്ടായി, മനസ്സിൽ നിന്ന് ചന്ദ്രൻ, വായിൽ നിന്ന് ഇന്ദ്രനും അഗ്നിയും, പ്രാണനിൽ നിന്ന് വായു, നാഭിയിൽ നിന്ന് അന്തരീക്ഷം, പാദങ്ങളിൽ നിന്ന് ഭൂമി, ചെവിയിൽ നിന്ന് ദിക്കുകൾ, ഇങ്ങനെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യ സമുദായത്തിലെ വർണ്ണവ്യത്യാസങ്ങളുടെ മൂലകാരണവും വിരാട് പുരുഷനിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ ദാമോദരൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം എന്താണെന്ന് വെച്ചാൽ, ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തദസ്യത് വൈശ്യ പദ്ഭ്യാം ശൂദ്രോജ അജായതേ. ബ്രാഹ്മണൻ ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്നാണ് ഉണ്ടായി എന്ന് പറയുന്നു, പാദങ്ങളിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി എന്ന് പറയുന്ന പോലെ തന്നെ ഇത് ഋഗ്വേദത്തിലാണ് ആദ്യം പറയുന്നത്. ഋഗ്വേദത്തിൻ്റെ 10ാമത്തെ മണ്ഡലത്തിലാണ് ഇത് പറയുന്നത്. അത് പറയുന്നതിൻ്റെ ആദ്യം പറയുന്നത് എന്താണ്? വിരാട് പുരുഷൻ്റെ വായിൽ നിന്ന് സൂര്യനും പാദത്തിൽ നിന്ന് ഭൂമിയും ഉണ്ടായി എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂമി സൂര്യൻ്റെ അടിമയാണ് എന്നല്ല എന്നൊരു വാദമാണ് കെ ദാമോദർ ഉന്നയിക്കുന്നത്. വിരാട് പുരുഷനിലേക്ക് പ്രപഞ്ചത്തെ നോക്കിക്കാണാനുള്ള ഒരു രൂപകമായിട്ട് പറഞ്ഞു, ഭൂമി വിരാട് പുരുഷൻ്റെ വായിൽ നിന്ന് സൂര്യനുണ്ടായി, പാദത്തിൽ നിന്ന് ഭൂമി ഉണ്ടായി. അത് പറഞ്ഞതിൻ്റെ ശേഷമാണ് ബ്രാഹ്മണൻ്റെയും ശൂദ്രൻ്റെയും ക്ഷത്രിയൻ്റെയും ഒക്കെ കാര്യം പറയുന്നത്. ഇവിടെ കെ ദാമോദരൻ മുന്നോട്ട് വയ്ക്കുന്നൊരു വാദം എന്താണെന്ന് വെച്ചാൽ, ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്ന കാലത്ത് അവർ ഇതേപോലെ തന്നെ അവർക്കൊരു പക്ഷേ ചാതുർവർണ്ണ വ്യവസ്ഥ അവർക്കുണ്ടായിരുന്നില്ല. അവർ ജീവിച്ചിരുന്നത് മാർക്സൊക്കെ പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു. കുലം ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. രക്തബന്ധങ്ങളായിരുന്നു അവർക്ക് ഇടയിലുണ്ടായിരുന്നത്. ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യങ്ങളുമായിട്ട് ഇടപെട്ട് അവരുടെ ഉൽപ്പാദന ഉപകരണങ്ങൾ മെച്ചപ്പെടുത്തി
ഗംഗാ സമതലത്തിലേക്ക് അവർ വ്യാപിക്കുകയും അവരുടെ മെച്ചപ്പെട്ട ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാട് വെട്ടിത്തെളിക്കുകയും കൃഷി വ്യാപകമാക്കുകയും അതിനുശേഷം ഉൽപ്പാദനങ്ങൾ വർദ്ധിക്കുകയും ഒക്കെ ചെയ്ത് ആ ഒരു ഘട്ടത്തിന് ശേഷമാണ് ക്ലാസ് ഡിവിഷൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന തരത്തിലുള്ള ഈ ബ്രാഹ്മണന്മാരുടെ ഇടയിൽ പോലും, അല്ലെങ്കിൽ ബ്രാഹ്മണ മതത്തിൻ്റെ ഇടയിൽ പോലും ഈ ചാതുർവർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. അതിൻ്റെ മുമ്പ് ഈ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഇതിനൊക്കെ കേദാമോദരൻ്റെ ഈ കൃതി ഉടനീളം നോക്കിക്കാണുന്നത്, മാർക്സിയൻ ദർശനത്തിൻ്റെ ഒരു സ്ഥലത്ത് നോക്കിക്കാണുമ്പോൾ നമ്മളൊരു മുതലാളിത്തം ഉണ്ടായി എന്ന് പറഞ്ഞാൽ മുതലാളിമാരൊക്കെ നമ്മുടെ ശത്രുക്കളാണെന്നും അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥ ഒരു മഹാതിന്മയാണ്, അങ്ങനെയല്ല നോക്കിക്കാണുന്നു. ഒരു മുതലാളിത്ത വ്യവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊരു സാമൂഹ്യ സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ആശയമല്ല ആദ്യമുണ്ടായെന്ന് പറയുന്ന പോലെ തന്നെ ഒരു സാമൂഹ്യ സാഹചര്യമാണ് ആശയത്തെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചാതുർവർണ്ണ വ്യവസ്ഥ, മനുഷ്യൻ്റെ ദൈവവിശ്വാസത്തെ അല്ലെ അന്ധവിശ്വാസത്തെ, അതിനെ എതിർക്കല്ല വേണ്ടത്. ആ അന്ധവിശ്വാസവും മനുഷ്യൻ്റെ അത്തരം വിശ്വാസങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട്, അതിൻ്റെ നിവൃത്തികേടുണ്ട്. ആ സാമൂഹ്യ സാഹചര്യങ്ങളോടാണ് നമ്മൾ പടപൊരുതേണ്ടത് എന്നൊരു മാർക്സിയൻ ദർശനം വെച്ചുകൊണ്ടാണ് പിന്നെ ഈ കൃതികളിലുടനീളം ഈ കേദാമോദരൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആരംഭത്തിൽ പ്രവൃത്തിയുടെയും സ്വഭാവ ഗുണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് വർണ്ണങ്ങൾ നിർണ്ണയിക്കപ്പെട്ടിരുന്നത്. ശുചിത്വം പാലിക്കുകയും വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും വേദങ്ങൾ പഠിക്കുകയും ഗുരുവിനെ ആദരിക്കുകയും സത്യം പറയുകയും മറ്റും ചെയ്യുന്നവർ ബ്രാഹ്മണർ, ഭരണം നടത്തുന്നവർ ക്ഷത്രിയർ, വ്യാപാരത്തിലും കൃഷിയിലും മറ്റും ഏർപ്പെടുന്നവർ വൈശ്യർ, ശുചിത്വം പാലിക്കാതിരിക്കുകയും വ്രതങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുകയും വേദങ്ങൾ പഠിക്കാതിരിക്കുകയും ദുർമാർഗങ്ങളിൽ ചരിക്കുകയും ചെയ്യുന്നവർ ശൂദ്രൻ എന്ന് മഹാഭാരതം ശാന്തിപർവ്വത്ത് സൂചിക്കുന്നു. കാലക്രമത്തിൽ ഈ സ്ഥിതി മാറുകയും പ്രവൃത്തിക്കനുസരിച്ച് വർണ്ണം നിർണ്ണയിക്കുന്നതിന് പകരം വർണ്ണത്തിനനുസരിച്ച് പ്രവൃത്തി നിർണ്ണയിക്കുക എന്ന സമ്പ്രദായം നിലവിൽ വന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പറഞ്ഞത്, ദുശ്ശീലോ അഭി ദ്വിജ പൂജ്യോ ന ദുശൂദ്രോ ജിതേന്ദ്രിയ. ദുശ്ശീലങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബ്രാഹ്മണൻ പൂജനീയനാണ്, പൂജിക്കണം. ഇനി ജിതേന്ദ്രിയനാണെങ്കിൽ പോലും, ലോകം മുഴുവൻ ജ്ഞാനം കൊണ്ട് കീഴടക്കിയവനാണെങ്കിൽ പോലും ശൂദ്രനെ പൂജിക്കാനും പാടില്ല, അവൻ കൊള്ളരുതാത്തവനാണ് എന്ന തരത്തിലേക്ക് പിന്നെ പരാശര സ്തുതിയിൽ ഒക്കെ എത്തുന്നതിൻ്റെ കാര്യം അങ്ങനെയാണ്. വല്ല സ്വത്തും ശൂദ്രൻ്റെ കയ്യിൽ പെട്ടുപോയാൽ അത് സങ്കോചമന്യെ പിടിച്ചെടുത്ത് സ്വന്തമാക്കാൻ ബ്രാഹ്മണർക്ക് അവകാശമുണ്ടായിരുന്നു എന്നർത്ഥം എന്ന് മനുസ്മൃതി പറയുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ സാധാരണ നമുക്ക് അറിയാവുന്നതുപോലെ ഒരേ കുറ്റത്തിന് തന്നെ ബ്രാഹ്മണൻ ചെയ്താൽ ആ കുറ്റത്തിനുള്ള ശിക്ഷയല്ല ശൂദ്രൻ ചെയ്താൽ, പിന്നെ വളരെ കടുത്ത ചിലപ്പോൾ മരണശിക്ഷ വരെ ശൂദ്രനുണ്ടാവും. അങ്ങനെയാണ് അത് നിന്ന്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുവിൻ്റെ നിയമങ്ങൾക്ക് വടക്കേ ഇന്ത്യയിൽ പോലും എല്ലാ സ്ഥലത്തും ഒരുപോലെ സ്വാധീനം ഉണ്ടായിരുന്നില്ല. പുതിയ കാലത്ത്, ഞാൻ അവിടേക്കാണ് എത്തുന്നത്, പുതിയ കാലത്ത് നമ്മൾ ഈ കൃതി ഇദ്ദേഹത്തിൻ്റെ ഭാരതീയ ചിന്ത വായിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഭാരതീയ ചിന്ത ഒരിക്കലും മാറാത്ത സനാതന ദർശനമല്ല. അതിനൊരു ചരിത്രമുണ്ട്, അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അത് ഇനിയും മാറുകയും ചെയ്യും എന്നർത്ഥം. അത് രൂപപ്പെടുകയും പുഷ്ടിപ്പെടുകയും ചെയ്തത് ഈ സാമൂഹ്യ ജീവിതത്തിൻ്റെ സങ്കീർണതകളിലാണ് എന്ന അർത്ഥം. ഭാരതീയ ദർശനങ്ങൾ രൂപം കൊണ്ടത് വനത്തിലോ ഗുഹകളിലോ അല്ല, ജീവിത പ്രശ്നങ്ങളുടെ പ്രതികരണങ്ങളായിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ കരുതുന്ന പോലെ ഏതെങ്കിലും ഗുഹയെ പോയിട്ട് തപസ് ചെയ്തിട്ടുണ്ടാക്കിയെടുത്തതല്ല, പ്രായോഗിക ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയാണ് ഈ ചിന്തകളൊക്കെ ഉണ്ടായി വന്നത്. ഭാരതീയ ദർശനങ്ങൾക്ക് സർവലൗകിക ദർശനങ്ങളുമായി ബന്ധമുണ്ട്. അത് ഇന്ത്യയിൽ മാത്രം ഉണ്ടായി വന്നൊരു ദർശനം അല്ല എന്നർത്ഥം. അത് ഇപ്പോൾ കേദാമോദരൻ്റെ ഈ പുസ്തകത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ പിന്നെ ദർശനങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം അതിസൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അറേബ്യയിലുണ്ടായതോ ലോകത്തിൻ്റെ പല ഭാഗത്തും നിലനിൽക്കുന്നതോ ആയിട്ടുള്ള ഇസ്ലാം അല്ല ഇന്ത്യയിൽ. ഇസ്ലാം ഇന്ത്യയിൽ വന്നതിന് ശേഷം, മുഗൾ ഭരണാധികാരികളുടെ കാലത്തിന് ശേഷം ഇസ്ലാമിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച്, എങ്ങനെയാണ് ഇന്ത്യയിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥ ഇസ്ലാമിലേക്ക് വന്നത്, എങ്ങനെ ഇസ്ലാം മറ്റൊരു ഇസ്ലാമായിട്ട് മാറി, അങ്ങനെ ഓരോ ചിന്തയും എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയും ഇന്ത്യയുടെ വൈവിധ്യവും ഇന്ത്യയുടെ പ്രത്യേകതകളും ആ ദർശനങ്ങളെയാകെ മാറ്റിമറിക്കുന്നതെന്ന് ദാമോദരൻ നിരീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഭാരതീയ ചിന്തകളെല്ലാം ആത്മീയവാദപരമല്ല,
ആദ്യഘട്ടത്തിൽ അവയിൽ കൂടുതലും ഭൗതികവാദപരമായിരുന്നു. പക്ഷേ ഈ എല്ലാ പുരാവൃത്തങ്ങളെയും ദർശനങ്ങളെയും പിൽക്കാലത്ത് ഹിന്ദുമതം തങ്ങളുടെ ആത്മീയവാദ ദർശനം പ്രചരിപ്പിക്കാനുള്ള ആയുധങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് ദാമോദരൻ എടുത്തു പറയുന്ന ഒരു കാര്യം. മതവിശ്വാസം എല്ലാ കാലത്തും സ്ഥാപിത താൽപര്യക്കാരുടെ ആയുധമായിരുന്നില്ല. മധ്യകാലത്ത് പല പുരോഗമനാശയങ്ങളും പ്രത്യക്ഷപ്പെട്ടത് മതദർശനങ്ങളുടെ രൂപത്തിലായിരുന്നു. ഇപ്പോൾ ബുദ്ധദർശനം, ജൈനദർശനം, അതൊക്കെ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയോടുള്ള കലാപമായിട്ടാണ് വന്നത്. എന്തിന് ഭക്തിപ്രസ്ഥാനം പോലും വന്നത് പണിയെടുക്കുന്ന മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളായിട്ടാണ്. ഇപ്പോൾ രാമൻ സംഘപരിവാറിൻ്റെ ആയുധമാണെങ്കിൽ പോലും രാമനെയും കൃഷ്ണനെയും ദൈവമാക്കുന്നത് ഭക്തിപ്രസ്ഥാനത്തിലെ കവികളാണ്. സൂർദാസും തുളസീദാസനും എഴുത്തച്ഛനും അടക്കമുള്ള ഭക്തിപ്രസ്ഥാനത്തിലെ കവികളാണ്. അവരതിലൂടെ കൊണ്ടുവന്ന എന്താണ്? അതിലൂടെ കൊണ്ടുവന്നൊരു സമരമാണ്, സാധാരണക്കാരൻ്റെ സമരമാണ്. നമുക്കറിയാം, നമ്മളെ കേരളത്തിൽ പോലും പിന്നെ കൃഷ്ണപിള്ളയെ പോലെയൊക്കെ നേതൃത്വത്തിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ എല്ലാ താഴ്ന്ന ജാതിക്കാർക്കും ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയൊക്കെ നടന്ന സമരങ്ങൾ നമുക്കറിയാം. അപ്പോൾ അത് സമരത്തിൻ്റെ ആയുധമായിരുന്നു പലപ്പോഴും ഈ ദൈവങ്ങളും മതത്തിൻ്റെ പല വിശ്വാസങ്ങളും. മധ്യയുഗത്തിൽ വ്യക്തിയുടെ ജീവിതം സമൂഹത്തിൻ്റെ ജീവിതവുമായി അഭേദ്യമാവിധം ബന്ധപ്പെട്ടതായിരുന്നു. അപൂർണതകളും പരിമിതികളും എന്തൊക്കെ തന്നെ ഉണ്ടായിരുന്നാലും ഓരോ വ്യക്തിക്കും ഗ്രാമസമുദായത്തിൻ്റെ അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ജാതിയുടെ അല്ലെങ്കിൽ ഗോത്രത്തിൻ്റെ ഒരു ഭാഗമാണ് താൻ എന്ന ബോധം ഉണ്ടായിരുന്നു. ഇപ്പോൾ മഹാഭാരതത്തിൽ പോലും നടക്കുന്ന യുദ്ധങ്ങളെയൊക്കെ കെ ദാമോദരൻ നോക്കിക്കാണുന്ന ഒരു പ്രത്യേക ദിശയിലാണ് ഈ കൃതിയിലും. അതായത് അർജുനനും, ഭഗവത്ഗീത നടക്കുന്ന സമയത്ത് വലിയ ചർച്ചയാണല്ലോ, അർജുനനും കൃഷ്ണനും നിൽക്കുന്നത് രണ്ട് ദർശനങ്ങളുടെ വക്താക്കളായിട്ടാണ് എന്ന് ദാമോദരൻ പറയുന്നു. അർജുനൻ നിൽക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആര്യന്മാരുടെ കുലഗോത്ര ബന്ധത്തിൻ്റെ ദർശനമാണ് അർജുനൻ മുന്നോട്ട് വെക്കുന്നത്. എന്താണ്? രക്തബന്ധത്തിൽപ്പെട്ടാണ്, അമ്മാവനാണ്, അപ്പുറത്ത് വല്യച്ഛനാണ്, അച്ഛൻ്റെ ഏട്ടനാണ്, അവരെ കൊല്ലാൻ പാടില്ല. രക്തബന്ധത്തിൻ്റെ പ്രാധാന്യമാണ്, ഈ കുലഗോത്ര ബന്ധത്തിൻ്റെ പ്രാധാന്യമാണ് അർജുനൻ മുന്നോട്ട് വെക്കുന്നത്. കൃഷ്ണൻ എന്താ പറയുന്നത്? കൃഷ്ണൻ ചാതുർവർണ്ണ വ്യവസ്ഥയാണ്. ഒരു പക്ഷേ അർജുനൻ റെപ്രസെൻ്റ് ചെയ്യുന്ന സമൂഹത്തിൻ്റെ അടുത്ത ഘട്ടത്തിലുള്ള വികാസത്തിൻ്റെ കാര്യമാണ് കൃഷ്ണൻ സൂചിപ്പിക്കുന്നത്. അമ്മാവനാണോ അച്ഛനാണോ ഏട്ടനാണോ നോക്കേണ്ട ആവശ്യമില്ല. നീ ക്ഷത്രിയനായതുകൊണ്ട് യുദ്ധം ചെയ്യലാണ് നിൻ്റെ കർത്തവ്യം. യുദ്ധത്തിൽ ജയിച്ചാൽ നിനക്ക് രാജ്യം കിട്ടും, അഥവാ തോറ്റുപോയാലും നിനക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അർജുനനെ ഉത്തേജിപ്പിക്കുന്ന കൃഷ്ണൻ പുതിയ ഒരു സമൂഹത്തിൻ്റെ, വരാനിരിക്കുന്നൊരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് കെ ദാമോദർ അദ്ദേഹത്തിനെ കാണുന്നത്. ഞാനിതിൻ്റെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. ഈ ഭാരതീയ ചിന്ത മുഴുവൻ വായിച്ചു കഴിയുന്ന സമയത്ത് ഇന്ത്യയുടെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ നമ്മൾ എടുക്കുന്ന സമയത്തും മനസ്സ് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായി വരുന്ന ഒരു ഡയലക്റ്റിക്സ് ഉണ്ട്, ഒരു സംഘർഷമുണ്ട്, ഒരു വൈരുദ്ധ്യമുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ മാർക്സിയൻ ചിന്താഗതിക്കാർ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? സാമൂഹ്യ ജീവിതത്തിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യത്തിൽ ഇടപെട്ടുകൊണ്ട് അതിനെ സമരമാർഗമാക്കി മാറ്റാൻ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഇന്ത്യയിൽ ഇപ്പം നിലനിൽക്കുന്ന വൈരുദ്ധ്യം എന്താണ്? ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദുത്വ രാഷ്ട്രീയവും കോർപ്പറേറ്റ് മൂലധനവും തമ്മിൽ യോജിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടുമുന്നണിയാണ് ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഭരണം തന്നെയാണ് അതിൻ്റെ വൈരുദ്ധ്യത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതായത് ഹിന്ദുത്വ രാഷ്ട്രീയം റെപ്രസെൻ്റ് ചെയ്യുന്ന ചാതുർവർണ്ണ വ്യവസ്ഥ, ആ ചാതുർവർണ്ണ വ്യവസ്ഥ താഴ്ന്ന ജാതിക്കാരനെ അടിച്ചമർത്താനും അധസ്ഥിതനാക്കി മാറ്റാനും ഇപ്പം കേരളത്തിൻ്റെ സാഹചര്യമല്ലല്ലോ, ഉത്തരേന്ത്യയിലെ പല സാഹചര്യത്തിലും. അവിടെ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല, ഹോട്ടലിൽ പോകാൻ പാടില്ല, അങ്ങനെ ജാതിയിൽ താഴ്ന്നവന് മനുഷ്യൻ്റെ അവകാശങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി വാശി പിടിക്കുന്നതാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ബ്രാഹ്മണ മതം. എന്നാൽ കോർപ്പറേറ്റ് മൂലധനത്തിന് വേണ്ടത് കുറച്ചുകൂടെ സ്വതന്ത്രരായ മനുഷ്യരെയാണ്. വാങ്ങിക്കാൻ കഴിവുള്ള, അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കാൻ സാമ്പത്തിക ശേഷിയുള്ള, സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ കഴിവുള്ള, അങ്ങാടിയിൽ പോവാനും കുറച്ചുകൂടെ ഒരു വികാസം പ്രാപിച്ച മനുഷ്യരെയാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മൂലധനത്തിന് വേണ്ടത്. ഇതാണ് ഇന്ത്യയിൽ ഇനി ഡെവലപ്പ് ചെയ്ത് ഉണ്ടായി വരാനിരിക്കുന്ന ഒരു സംഘർഷം എന്ന് പറയുന്നത്. ഈ ഭരണകൂടത്തിൻ്റെ ജാതി വ്യവസ്ഥയിൽ അടിസ്ഥാനമായിട്ടുള്ള നിലവിലുള്ള ജാതി വ്യവസ്ഥയെ അതേപോലെ നിലനിർത്താനുള്ള ഒരു ത്വരയും, അപ്പുറത്ത് കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട മനുഷ്യരെ അവർക്ക് ആവശ്യമുണ്ട്, കുറച്ചുകൂടെ വാങ്ങൽ ശേഷിയുള്ള, കച്ചവടത്തിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിവുള്ള മനുഷ്യരെ അവർക്ക് ആവശ്യമുണ്ട്. ഇതുണ്ടാക്കിയെടുക്കുന്ന കോൺഫ്ലിക്റ്റിനെ, ഇതുണ്ടാക്കിയെടുക്കുന്ന സംഘർഷത്തെ എങ്ങനെയാണ് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നാണ്, അവിടെയാണ് യഥാർത്ഥത്തിൽ
പുതിയ ഇന്ത്യയുടെ സമരമുഖം എന്ന് തോന്നുന്നു. ആ സമരമുഖത്തെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാനാണ് ഭാരതീയ ദർശനമാണെങ്കിൽ ശരി, ഇന്ത്യയുടെ ആത്മാവ് അടക്കമുള്ള കെ ദാമോദരൻ്റെ ചിന്തകളെയും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെയും നമ്മൾ വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും സമരങ്ങളെ രൂപപ്പെടുത്തേണ്ടതും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.